ശബ്ദം കേട്ടില്ലേ? കേട്ടില്ലേ? ശബ്ദം കേട്ടോ? നീ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇല്ല. അല്ല, ഒരു ചെലങ്കയുടെ ശബ്ദം ഞാൻ കേട്ടു. കേട്ടില്ലേ? ലച്ചോ, അത് കനകം, കനകം, ഒന്ന് എണീറ്റേ. ഗൗരി, ഒന്ന് എഴുന്നേക്ക്. ഒന്ന് എണീറ്റേ. ഒരു ശബ്ദം കേട്ടില്ലേ? എന്തോ ശബ്ദം. കേൾക്കുന്നില്ലേ? அம்மா ചെലങ്ക സത്തോ എന്നമ്മ അത് പ്രേതമായിരിക്കും. കൊച്ചേ, അമ്മ ഒന്ന് പോയി നോക്കമ്മ. അയ്യ ഞാനോ? അങ്ങോട്ട് എണീറ്റ് വന്നേട്ടോ, നമുക്ക് പോയി നോക്കാം. അമ്മ ഇറങ്ങ്. എന്നോട് ഇറങ്ങി വന്ന. എന്താ ഇത്? എന്തോ ശബ്ദം കേട്ടത്? പ്രേതമായിരിക്കും. മിണ്ടായി വെച്ചേ. എന്തുവാ? എന്താ? അല്ല, ഒരു ചെലങ്കയുടെ ശബ്ദം കേട്ടില്ലേ? 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 ഞങ്ങളും കേട്ടു. അതെ, ഇന്ന് വെള്ളിയാഴ്ചയല്ലയോ, വരുത്തുപോക്കായിരിക്കും. അല്ല, സിദ്ധു ഒരു കാര്യം ചെയ്യും. സിദ്ധു പോയി നോക്ക്. അമ്മമ്മ, ശബ്ദം വന്നത് അവിടെ നിന്നാ. അമ്മമ്മ പോയി നോക്ക്. നിങ്ങൾ വാ, മോൻ വാ. ഞാൻ കൂടെ ഉണ്ടല്ലോ. ബാ ബാ ബാ. നോക്ക്. പയ്യെ നടന്നു കേട്ടോ. അവിടെ ഒരു നിഴല് കാണുന്നില്ലയോ? അതെ. ഞാനാ. നിങ്ങക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതെ, എല്ലാരും ഉറങ്ങിയപ്പോഴേ ആരെ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ട് സമാധാനമായിട്ട് ഞാൻ കാർപോർച്ചിൽ പോയി എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ ചെലം കിട്ടുണ്ടോ? ചെലങ്കയിട്ട്. പക്ഷെ ഞാൻ വെളിയിലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്നപ്പോൾ ഭയങ്കര ഇരുട്ട്. അപ്പോൾ എനിക്ക് പേടി. അങ്ങനെ ഞാൻ ഓടി അകത്ത് കയറിയപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. നിങ്ങളും പേടിച്ച്, ഞാനും പേടിച്ച്. ഞാൻ ഇവിടെ സമാധാനമായിട്ട് പ്രാക്ടീസ് ചെയ്തോട്ടെ. അതൊന്ന് ഊരി വെച്ചിട്ട്. അല്ല, ഇതുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസാ. അല്ല, നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇതിട്ടോണ്ടെങ്കിലും സമാധാനം കിട്ടാനല്ലേ. ശരി, ഗുഡ് നൈറ്റ്. ഞാനെന്നാ തുടങ്ങിക്കോട്ടെ. ഈ ചെലങ്കയുടെ ശബ്ദം കേട്ടിട്ട് വേറെ വല്ല പ്രേതം കയറി വന്നാലോ?